ഒരു മനുഷ്യൻ്റെ എഴുത്തുകാതിൽ വിശ്വാസത്തിലാണ് ആദ്യമായി ശിർക്കുണ്ടാകുന്നത്, പിന്നീടാണ് കർമ്മത്തിലുണ്ടാകുന്നത്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ തൊലബുൽ അബ്ദി മിൻ റബ്ബിഹി അൽ-ലവായിജ, അടിമ ഉടമയായ രക്ഷിതാവിനോട് ആവശ്യങ്ങൾ അപേക്ഷിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതാണ് അദ്ദുആ. അത് മലയാള ശബ്ദ താരാവലി പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ താങ്കൾ പറഞ്ഞത് പ്രകാരം ജിന്നിനോട് മുത്തലക്കൻ നിരുപാധികം ശിർക്കാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. അതിന് താങ്കൾ പ്രമാണം ഉദ്ധരിച്ചിട്ടില്ല, ആയത്ത് പറഞ്ഞിട്ടില്ല, സ്വഹിയായ ഹദീസ് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്നത്, ദുആഇൻ്റെ പരിധിയിൽ വരുന്നത്, ഇബാദത്തിൻ്റെ ദുആഇൻ്റെ പരിധിയിൽ വരുന്ന ഇസ്തിആനത്തോ ഇസ്തിഗാസയോ ഇസ്തിആദത്തോ തർക്കമുള്ള വിഷയമല്ല. ജിന്നുകളോട് എന്ത് തേടിയാലും ചോദിച്ചാലും മുത്തലക്കൻ ഷിർക്കാണ് എന്നതിൻ്റെ പ്രമാണമാണ് ചോദിച്ചത്. ഇനി ജിന്നുകളോട് ഷിർക്കായ ഒരു കാര്യം നമ്മുടെ മുന്നിലുള്ള ജീവിച്ചിരിക്കുന്ന ഹയ്യും ഹാദിറും ഖാദിറുമായ നമ്മുടെ മുന്നിലുള്ള മനുഷ്യനോടും ഷിർക്ക് തന്നെയാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഷിർക്ക്. ഒന്ന് വിശദീകരിച്ചാലും. ബഹുമാന്യനായ ബാബ സാഹിബ് വളരെ നേരത്തെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ജിന്നുകളോടുള്ള സഹായ തേട്ടത്തിൻ്റെ വിഷയത്തിൽ വിവാദമായ ഒരു സംസാരം അദ്ദേഹത്തിൻ്റെതായി മുമ്പുണ്ടായിരുന്നു. വിജനപ്രദേശത്ത് അകപ്പെട്ടു പോകുന്നൊരു വാഹനം തള്ളാൻ ജിന്നിനെ വിളിക്കാൻ പറ്റുമോ പറ്റൂല എന്ന രൂപത്തിലുള്ള ഒരു സംസാരം. അതിനുശേഷം ബാവ ഇസ്ലാഹി സമസ്തയിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷനും അങ്ങനെ ചില പ്രചരണങ്ങളുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ അദ്ദേഹം ഇപ്പോൾ ചില വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കനുസരിച്ച് കൊണ്ടുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്ന രൂപത്തിൽ അതിനെ വിലയിരുത്തുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ മരിച്ചു മൺമറഞ്ഞുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നത് അത് പ്രാർത്ഥനയല്ല, അത് ഇസ്തിഗാസയാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി നടത്തുന്ന ചില ദുർവ്യാഖ്യാനങ്ങളുണ്ട്. ആ ദുർവ്യാഖ്യാനങ്ങൾ അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളോട് അവർ നടത്തുന്ന സഹായതേട്ടത്തെ ന്യായീകരിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. അത്തരമൊരു വാദമാണ് യഥാർത്ഥത്തിൽ ആദ്യമായി ഇവിടെ ബാബ സാഹിബ് ഉന്നയിച്ചിട്ടുള്ളത്. ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു, അഥവാ ഒരു അടിമ ഉടമയോട് നടത്തുന്ന സഹായതേട്ടം, അതാണ് ദുആ എന്ന അർത്ഥത്തിലുള്ള വാചകം ഉദ്ധരിച്ചുകൊണ്ട് റബ്ബിനോട് നടത്തുന്ന സഹായതേട്ടത്തിനാണ് ദുആ എന്ന് പറയുന്നത്. ഒരടിമ ഉടമയോട് അല്ലെങ്കിൽ റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യം, ഇലാഹിനോട് ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യത്തിനാണ് ദുആ എന്ന് പറയുന്നത്. ഈ രൂപത്തിൽ ചില ഉദ്ധരണികൾ സാധാരണ ഉദ്ധരിക്കപ്പെടാറുമുണ്ട്. റാസിയെപ്പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞ വാചകങ്ങൾ. യഥാർത്ഥത്തിൽ ഈ ഉന്നയിച്ച വാചകം, ഉദ്ധരിച്ച വാചകം ഹഖീഖത്തു ദുആ ആണ്. ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹി പോലെയുള്ള ആളുകൾ പറഞ്ഞത് ഹഖീഖത്തു ദുആ, അഥവാ യഥാർത്ഥ ദുആ എന്നത് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ വിലയിരുത്തപ്പെടുമ്പോൾ, വിശദീകരിക്കപ്പെടുമ്പോൾ ഹഖീഖത്തു ദുആ ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു, അതാണ് ഹഖീഖത്തു ദുആ. അഥവാ ഒരു അടിമ തൻ്റെ റബ്ബിനോട് മാത്രമാണ് ദുആ ചെയ്യേണ്ടത്, തൻ്റെ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥന എന്താണ്? ഒരു അടിമ തൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനോട്, പടച്ചവനോട് നടത്തുന്നതാകണം, അതായിരിക്കണം. അതാണ് ഹഖീഖത്തു ദുആ. എന്നാൽ
ഈ ഹഖീഖത്തു ദുആ അഥവാ യഥാർത്ഥമായ പ്രാർത്ഥന, അതിനെ തകിടം മറിക്കുന്ന ദുആഉകൾ ലോകത്തുണ്ട്. അഥവാ റബ്ബിന് മാത്രം നൽകേണ്ട ദുആകൾ സൃഷ്ടികൾക്ക് നൽകുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. അത് ബാത്തിലായ ദുആയാണ്, ഹഖീഖായ ദുആയല്ല, ഹഖീഖത്തായ ദുആയല്ല, ബാത്തിലായ ദുആയാണ്. വമാ ദുആഉൽ കാഫിരീന, ദുആ കാഫിറുകളുടെ അവിശ്വാസികളുടെ ദുആ ഇല്ലാ ഫീ ളലാൽ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അത് വഴികേടാണ്, ലലാലത്തിലാണ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അത് ഹഖീഖത്ത് ദുആ അല്ല, യഥാർത്ഥ ദുആയല്ല. അപ്പോ ബാബ സാഹിബ് കൊണ്ടുവന്ന നിർവചനം സാധാരണ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ ആളുകൾ മരിച്ചു മൺമറഞ്ഞുപോയ മഹാത്മാക്കളോട് അവർ നടത്തുന്ന സഹായതേട്ടം അത് പ്രാർത്ഥനയല്ല, നേരെ മറിച്ച് അത് ഇസ്തിഗാസ മാത്രമാണ്, സഹായതേട്ടം മാത്രമാണ്, അത് ദുആഇന്റെ പരിധിയിലേക്ക് വരില്ല. ദുആ ആകണമെങ്കിൽ ഇസ്തിദാഉൽ അബ്ദി റബ്ബഹു, തൻ്റെ റബ്ബിനോട് നടത്തുന്ന തേട്ടത്തിനാണ് ദുആ എന്ന് പറയുന്ന ആ ഒരു ദുർവ്യാഖ്യാനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ഹഖീഖത്തു ദുആ അത് നിങ്ങൾ പറഞ്ഞ നിർവചനപ്രകാരം ശരിയാണ്. ഇവിടെ തർക്കത്തിലുള്ളത് മരിച്ചു മൺമറഞ്ഞുപോയ മഹാത്മാക്കളോട്, അതല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികവും അദൃശ്യവുമായ ജിന്നുകളോട് നടത്തുന്ന സഹായതേട്ടം അത് യഥാർത്ഥമായ ദുആയാണോ അല്ല അത് ബാത്തിലായ ദുആയാണ്. അത് ബാത്തിലായ ദുആയാണ് എന്നുള്ളത് കൊണ്ടാണ് അതിന് ശിർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് ദലീല് വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള വിശുദ്ധ ഖുർആനിലെ ദലീല് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ നമുക്ക് മുന്നിൽ സൂറത്തു ഇസ്രായിലൂടെ പഠിപ്പിച്ചു തരുന്നു. ഖുൽ ദുഉൽ ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീലാ ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബു യർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തുള്ളപ്പോൾ, മക്കയിൽ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മുഹമ്മദ് നബി ജീവിച്ച അതേ മക്കയിൽ അതുവരെയും കാഫിറായി ജീവിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നതിനു ശേഷം റസൂലുള്ളാഹിന്റെ ദഅവത്ത് കേട്ട് മുസ്ലിം ആവുകയും ചെയ്ത ജിന്നുകളോട്, അഥവാ ജീവിച്ചിരിക്കുന്ന ആ നാട്ടിലുള്ള മക്കത്തുള്ള ജിന്നുകളോട് അവിടെയുള്ള മക്കയിലെ ആളുകൾ ദുആ ചെയ്തു. നിങ്ങൾ പറഞ്ഞ നിർവചനപ്രകാരം ദുആ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇസ്തിദാഉൽ അബ്ദി റബ്ബഹു, റബ്ബ് അള്ളയാണെന്ന് അംഗീകരിക്കുന്ന, മാലിക് അള്ളയാണെന്ന് അംഗീകരിക്കുന്ന, മുദബ്ബിർ അള്ളയാണെന്ന് അംഗീകരിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അള്ളാഹുവിന്റെ അടിമകളും ദാസന്മാരുമാണ് എന്ന നിലക്ക് അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കിട്ടാൻ, ബുദ്ധിമുട്ടുകൾ നീക്കിക്കിട്ടാൻ ആ മക്കയിൽ മുസ്ലിങ്ങളായി മാറിയ ജിന്നുകളോട് സഹായം തേടിയിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ കൃത്യമായി ദുആഇന്റെ നിർവചനമൊക്കെ പഠിച്ചിട്ടാണല്ലോ തേടുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ലെന്നല്ല പറഞ്ഞത്. നേരെമറിച്ച് റബ്ബ് അതിനെ കുറിച്ച് പറഞ്ഞത് ഖുൽ ദുഉൽ ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീലാ ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖ്റബു വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ. ഖുൽ നബി അങ്ങ് പറയുക, ഉദ്ഉൽ ലദീന സഅംതും, നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ട് നടക്കുന്ന, നിങ്ങളുടെ പ്രയാസം നീക്കിത്തരുമെന്ന് നിങ്ങൾ വാദിക്കുന്ന, നിങ്ങളുടെ ശുഫാഉകളായി നിങ്ങൾ സ്വീകരിക്കുന്ന ആ ജിന്നുകളോട് നിങ്ങൾ തേടിക്കൊള്ളുക, നിങ്ങൾ തേടിക്കൊള്ളുക. പക്ഷേ ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീലാ, നിങ്ങളുടെ പ്രയാസം നീക്കിത്തരാൻ, നിങ്ങളുടെ ദുരിതം നീക്കിത്തരാൻ, നിങ്ങളുടെ നിലവിലെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ ആ ജിന്നുകൾക്ക് സാധിക്കുകയില്ല, കഴിയുകയില്ല. എന്നു മാത്രമല്ല ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, എന്തുകൊണ്ടാണ് അവർക്ക് കഴിയില്ല, സാധിക്കില്ല എന്നൊക്കെ പറയുന്നത്? അവർക്ക് ജീവനില്ലാത്തത് കൊണ്ടല്ല, അവർ മരിച്ചുപോയത് കൊണ്ടല്ല. നിങ്ങൾ വിളിക്കുന്ന ജിന്നുകൾ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണിപ്പോൾ. യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല,
അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം തേടിക്കൊണ്ടിരിക്കുന്നവരാണ് ഇപ്പോൾ. അയ്യുഹും അഖ്റബു, അവരിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തവർ തന്നെയും വീണ്ടും അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം തേടുന്നവരാണ്. വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു, അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിക്കുന്നവരും റഹ്മത്തിനെ കൊതിക്കുന്നവരുമാണ്. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ, തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷയെ കരുതിയിരിക്കേണ്ടതാണ്. ഇതാണ് മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികവും അദൃശ്യവുമായ ജിന്നുകളോട്. അവർ മുസ്ലിങ്ങളായാൽ പോലും അത്തരം ആളുകളോട് അതേ സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ നേർക്ക് നേരെ പഠിപ്പിച്ചു തരുന്നത്, നേർക്ക് നേരെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരായത്താണത്. ഇനി മാത്രമല്ല, വീണ്ടും വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ എത്രയോ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പറഞ്ഞെടുത്തൊക്കെ പറഞ്ഞു. എന്താ റബ്ബ് പറഞ്ഞത്? യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ അശ്-ശംസ വൽ ഖമറ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക് വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖുത്മീർ ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. വളരെ കൃത്യമാണ് വിശുദ്ധ ഖുർആന്റെ വാചകങ്ങൾ. യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ, രാവിലേക്ക് പകലിനെയും പകലിലേക്ക് രാവിലെയും കടത്തുന്നവൻ അല്ലാഹുവാണ്. വസഖറ അശ്-ശംസ വൽ ഖമറ, സൂര്യനും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി തന്നവനും അവനാണ്. കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ, എല്ലാം അതിന് നിർണയിക്കപ്പെട്ടിടത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, നിർണിതമായ അളവിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്, അങ്ങനെ ആകാശഭൂമണ്ഡലങ്ങളെയും സൂര്യചന്ദ്ര നക്ഷത്രാദികളെയും കീഴ്പ്പെടുത്തി തന്നവനാണ് അള്ളാഹു നിങ്ങളുടെ റബ്ബ്. ലഹുൽ മുൽക്ക്, അവനാണ് സർവാധികാരങ്ങളും. വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖുത്മീർ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്ന ശക്തികള്, നിങ്ങൾ വിളിച്ച് സഹായം തേടുന്ന ആളുകള്, മാ യംലികൂന മിൻ ഖുത്മീർ, ഈത്തപ്പഴ കുരുവെടുത്ത് അതിനെ പൊതിഞ്ഞിട്ടുള്ളൊരു പാട കാണാം, ആ പാടയെ പോലും അധീനമാക്കുന്നവരല്ല. അത്തരം ആളുകളോട് ഇൻ തദഊഹും, നിങ്ങൾ ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. എന്നാലോ ലൗ ജഅൽനാ ലഹും ഉഖൂലൻ വഹയാതൻ ഫസമിഉ ദുആഅകും ലകാനൂ അത്വഅ ലില്ലാഹി മിൻകും വലമസ്തജാബു ലക്കും അലൽ കുഫ്രി. ഇനി അവർക്ക് ജീവൻ കൊടുത്താലോ, ജീവനുള്ളവരാണെങ്കിലോ, ഇമാം ഖുർത്തുബി ആയത്തിനെ വിശദീകരിക്കാൻ, അവർക്ക് ജീവൻ കൊടുത്താലോ, ലൗ ജഅൽനാ ലഹും ഉഖൂലൻ വഹയാത, അവർക്ക് ബുദ്ധിയും ജീവനും ഒക്കെ റബ്ബ് കൊടുത്താലോ, ഫസമിഉ ദുആഅകും, അപ്പോൾ നിങ്ങളുടെ തേട്ട അവർ കേൾക്കും. അപ്പൊ നിങ്ങൾ പറയണ്ട കേട്ടില്ലേ എന്ന് പറയണ്ട. എങ്ങനെ? അവർക്ക് അഖലോ അതല്ലെങ്കിൽ ജീവനോ കൊടുത്താൽ ഫസമിഉ ദുആഅകും, നിങ്ങളുടെ വിളി അവർ കേൾക്കും. അപ്പൊ അത് കേട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് കുതർക്കത്തിന് വരണ്ട. ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ അവരെ വിളിച്ചാൽ ആ വിളി അവർ കേൾക്കുകയില്ല എന്ന് പറയുമ്പോ, അതെ ലൗ ജഅൽനാ ലഹും ഉഖൂലൻ വഹയാത, അല്ലാഹു അവർക്ക് ജീവിതവും അതുപോലെ ജീവനും അതുപോലെ ബുദ്ധിയും കൊടുത്താൽ നിങ്ങളുടെ തേട്ടവർ കേൾക്കൂലേ? അപ്പൊ കേട്ടില്ലേ എന്ന് വെച്ച് തർക്കിക്കാൻ നടക്കണ്ട. അതുകൊണ്ട് അല്ലാഹു വളരെ കൃത്യമായി പറഞ്ഞു, വലൗ സമിഉ, ഇനി കേൾക്കുന്ന സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ, കേൾക്കുമെന്ന് വന്നാൽ തന്നെയും, മസ്തജാബു ലക്കും, വെറുതെ കേൾപ്പിക്കാനല്ലല്ലോ വിളിച്ചത്, നിങ്ങൾക്ക് ഉത്തരം കിട്ടാനല്ലേ. അപ്പോ അവർ ആ ഉത്തരം, നിങ്ങളുടെ ചോദ്യത്തിനുള്ള, നിങ്ങളുടെ ആവശ്യം നിറവേറ്റിത്തരാനുള്ള കഴിവവർക്കില്ല, അവരതിന് ഉത്തരം തരുകയുമില്ല. എന്ന് മാത്രമല്ല, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, നിങ്ങൾ അവരോട് നടത്തുന്ന ആ തേട്ടം ദുആ ആകുന്ന ശിർക്കിനെ അവർ ഖിയാമത്ത് നാളിൽ വെച്ച് നിഷേധിക്കും. ഖുർആനാ പറയുന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിനെ പോലെ ഇക്കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേറെ ആരുമില്ല. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ ആയത്ത് വളരെ കൃത്യമായി രണ്ടെണ്ണം ഓതി. ഇനി 3, മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവർ നിർത്തിയാണല്ലോ ഖുർആനിൽ ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണ് പഠിപ്പിച്ചത്. ആ മക്കയിലെ മുശ്രിക്കുകളുടെ നിലപാട് ഖുർആൻ പറഞ്ഞത്, വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ വിജനപ്രദേശത്തെത്തിയാൽ, മരുഭൂമിയിലെത്തിയാൽ, അവരുടെ കാറ് പഞ്ചറായാൽ അല്ലെങ്കിൽ മറ്റവസ്ഥകളിലായാൽ, അവർക്ക് അവിടെ രാത്രി താമസിക്കേണ്ടി വന്നാൽ, ഇങ്ങനെ എന്തും പറയാം, അവരുടെ ആവശ്യങ്ങൾ എന്തും പറയാം. ആ വിജനപ്രദേശത്ത് അവരെത്തിയാൽ അവിടെയുള്ള ഹാളിറായ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ആ നാട്ടിലെ ജിന്നുകളുടെ നേതാവ് അവരെ വിളിച്ചുകൊണ്ട് തന്നെ
ഈ പ്രദേശത്തുള്ള ജിന്നുകളുടെ നേതാവെ, മറ്റു ജിന്നുകൾ ഉപദ്രവിക്കാതെ നോക്കിക്കൊള്ളണേ എന്ന് അവർ പറയുമായിരുന്നു. വിശുദ്ധ ഖുർആൻ അത് ശിർക്കായി പ്രഖ്യാപിച്ചു. അപ്പൊ ഇങ്ങനെ നിരവധി അനവധി ആയത്തുകൾ വിശുദ്ധ ഖുർആനിലൂടെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. വിസ്ഡംകാരൻ പഠിപ്പിക്കുന്നതിനെതിരായി, അവരുടെ ആദർശത്തിനെതിരായി, ഇത്തരം ജിന്നുവാദികളുടെ വാദങ്ങൾക്കെതിരായി വിശുദ്ധ ഖുർആനിൽ വളരെ അധികം ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിവെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്തുകളെ ഗണ്ണിക്കാൻ ഇസ്തിദാഉൽ അബ്ദി റബ്ബഹുന്നോ അല്ലെങ്കിൽ റബ്ബിനോട് നടത്തുന്ന ആവശ്യമാണ് ദുആ എന്നോ ഒരു വാചകം കൊണ്ടുവന്ന് വെച്ച് അതല്ലാത്തതൊന്നും ദുആ ആവുകയില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് നേരെയുള്ള തർക്കമാണ്, കുതർക്കമാണ്. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അസ്വീകാര്യവുമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.